ഹലോ എവ്രി വൺ, വെൽക്കം ടു എ ന്യൂ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് റിയൽ ലൈഫിൽ ആവശ്യമുള്ള ഇംഗ്ലീഷ് സെൻറ്റൻസസ് എങ്ങനെയൊക്കെ ഫോം ചെയ്യാം എന്നുള്ളതാണ്. സോ നമുക്ക് വീഡിയോ കാണാം. അപ്പം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഞാൻ പറയുന്നതിൻ്റെ കൂടെ തന്നെ എൻ്റെ കൂടെ ഒന്ന് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയാൻ വേണ്ടി ട്രൈ ചെയ്യുക. സോ ദാറ്റ് നിങ്ങൾക്ക് കുറച്ചും കൂടി നന്നായി മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇംഗ്ലീഷ് പഠിക്കുന്ന ജേർണി കുറച്ചുകൂടി എളുപ്പമായിരിക്കും. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഫസ്റ്റ് ഞാൻ എഴുതിയിട്ടുള്ളത് നീ എന്നെ അറിയുമോ എന്നാണ്, അല്ലേ? അറിയുമോ എന്ന് ചോദിക്കാൻ ഡു യു നോ. എന്ത് അറിയുമോ എന്ന് ചോദിക്കാൻ നമുക്ക് ഡു യു നോ എന്ന് യൂസ് ചെയ്യാം. ഡു യു നോ, അറിയുമോ, നിനക്ക് അറിയുമോ. എന്നെ എന്ന് പറയാനാണ് നമ്മൾ മീ എന്ന് യൂസ് ചെയ്തത്. ഡു യു നോ മീ, നിനക്ക് എന്നെ അറിയാമോ? ക്ലിയർ. അടുത്തത് നോക്കൂ, നിനക്ക് ഇംഗ്ലീഷ് അറിയാമോ അല്ലെങ്കിൽ നിനക്ക് ഇംഗ്ലീഷ് അറിയുമോ. എങ്ങനെയാണ് നമ്മൾ ചോദിക്കുക? അറിയുമോ എന്ന് ചോദിക്കാൻ ഡു യു നോ. ഡു യു നോ ഇംഗ്ലീഷ്, നിനക്ക് ഇംഗ്ലീഷ് അറിയുമോ. ഡു യു നോ മലയാളം, നിനക്ക് മലയാളം അറിയുമോ. ഡു യു നോ ഹിം, നിനക്ക് അവനെ അറിയുമോ. ഡു യു നോ ഹർ, നിനക്ക് അവളെ അറിയുമോ. എന്തെങ്കിലും നമുക്ക് അറിയുമോ എന്ന് ചോദിക്കാൻ നമ്മൾ പഠിച്ചു ഡു യു നോ എന്നാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വൺ നോക്കാം. നിനക്ക് ഓർമ്മയുണ്ടോ, നിനക്ക് ഓർമ്മയുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. സോ ഡു യു റിമെമ്പർ. എന്താണ് നമ്മൾ ഉപയോഗിക്കുന്നത്? റിമെമ്പർ. റിമെമ്പർ, ഓർക്കുക. ഡു യു റിമെമ്പർ, നിനക്ക് ഓർമ്മയുണ്ടോ. ഡു യു റിമെമ്പർ. നിനക്ക് എന്നെ ഓർമ്മയുണ്ടോ. എങ്ങനെ ചോദിക്കാം? ഡു യു റിമെമ്പർ, നിനക്ക് ഓർമ്മയുണ്ടോ എന്നെ, മീ. ഡു യു റിമെമ്പർ മീ, നിനക്കെന്നെ ഓർമ്മയുണ്ടോ. ഓക്കെ. ഡു യു റിമെമ്പർ ഹർ, നിനക്ക് അവളെ ഓർമ്മയുണ്ടോ. ഡു യു റിമെമ്പർ അവർ സ്കൂൾ, നിനക്ക് നമ്മളുടെ സ്കൂൾ ഓർമ്മയുണ്ടോ. നിനക്ക് ഓർമ്മയുണ്ടോ. ഡു യു റിമെമ്പർ. നമുക്ക് ഓർമ്മയുണ്ടോ. ഡു വി റിമെമ്പർ. ക്ലിയർ ആണോ? നെക്സ്റ്റ് വൺ, നീ എവിടെയാണ് പോയത്. ഈ സെൻറ്റൻസിൽ നമ്മൾ ചോദിക്കുന്നത് എവിടെയാണ് എന്നാണല്ലേ. അപ്പം നമ്മൾ വേർ എന്ന് യൂസ് ചെയ്യും. വേർ. പോയത് എന്ന് പറയുമ്പോൾ പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഡിഡ് ആണ് യൂസ് ചെയ്യുക കേട്ടോ. വേർ ഡിഡ് യു, പോയത്, ഗോ. വേർ ഡിഡ് യു ഗോ, നീ എവിടെയാണ് പോയത്. നീ എന്തിനാണ് പോയത് എന്ന് ചോദിക്കണമെങ്കിൽ വേറിന് പകരം നമ്മൾ വൈ യൂസ് ചെയ്താൽ മതി. വൈ ഡിഡ് യു ഗോ, നീ എന്തിനാണ് പോയത്. വേർ ഡിഡ് യു ഗോ, നീ എവിടെയാണ് പോയത്. നെക്സ്റ്റ് നോക്കാം. നീ എങ്ങനെയാണ് വന്നത്. എങ്ങനെയാണ് എന്നാണ് ചോദിക്കുന്നത്. സോ ഹൗ. ഹൗ ഡിഡ് യു കം, നീ എങ്ങനെയാണ് വന്നത്. ഹൗ ഡിഡ് യു കം. ക്ലിയർ ആണോ? ഹൗ ഡിഡ് യു കം. ഇനി നീ എപ്പോൾ എത്തി. എത്തി. അപ്പോൾ എപ്പോൾ എന്ന് ചോദിക്കാൻ വെൻ. എത്തി എന്ന് പറഞ്ഞാൽ ഓൾറെഡി കഴിഞ്ഞ കാര്യമാണ്. വെൻ ഡിഡ് യു റീച്ച്. വെൻ ഡിഡ് യു റീച്ച്, നീ എപ്പോൾ എത്തി. വെൻ ഡിഡ് യു സ്ലീപ്പ്, നീ എപ്പോഴാണ് ഉറങ്ങിയത്. എപ്പോഴാണ് നീ ഉറങ്ങിയത്. വെൻ ഡിഡ് യു സ്ലീപ്പ്. ഓക്കെ. നീ എപ്പോഴാണ് വായിച്ചത്. വെൻ ഡിഡ് യു റീഡ്. ഓക്കെ. ഇനി ഹൗ എന്ന് വെച്ചാൽ എങ്ങനെ. ഹൗ ഡിഡ് യു കം, നീ എങ്ങനെയാ വന്നത്. ക്ലിയർ. ഹൗ ഡിഡ് യു കുക്ക്, നീ എങ്ങനെയാ പാചകം ചെയ്തത്. ഹൗ ഡിഡ് യു നോ ഹിം, നീ അവനെ എങ്ങനെയാ അറിഞ്ഞത്. ഇങ്ങനെയൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഹൗ എന്നുള്ളത് യൂസ് ചെയ്യാം. ഓക്കെ. നീ എന്താണ് പറഞ്ഞത്. എന്തെന്ന് പറയാൻ നമുക്കറിയാം വാട്ട്. വാട്ട് ഡിഡ് യു ടെൽ, നീ എന്താണ് പറഞ്ഞത്. അപ്പം നമുക്ക് നോക്കാം. നീ എന്നെ അറിയുമോ. ഡു യു നോ മീ. നിനക്ക് ഇംഗ്ലീഷ് അറിയുമോ. ഡു യു നോ ഇംഗ്ലീഷ്. നിനക്ക് ഓർമ്മയുണ്ടോ. ഡു യു റിമെമ്പർ. നിനക്ക് എന്നെ ഓർമ്മയുണ്ടോ. ഡു യു റിമെമ്പർ മീ. നീ എവിടെയാണ് പോയത്.
വേർ ഡിഡ് യു ഗോ? നീ എങ്ങനെയാണ് വന്നത്? ഹൗ ഡിഡ് യു കം? നീ എപ്പോൾ എത്തി? വെൻ ഡിഡ് യു റീച്ച്? നീ എന്തിനാണ് പറഞ്ഞത്? വാട്ട് ഡിഡ് യു ടെൽ? നീ ആരോടാണ് പറഞ്ഞത്? എങ്ങനെ പറയും? നിങ്ങൾ ജസ്റ്റ് ഒന്ന് കോമെൻറ്റ് ചെയ്ത് നോക്കൂ. കറക്റ്റ് ആൻസർ ഞാൻ കോമെൻറ്റ് ബോക്സിൽ കൊടുക്കാം കേട്ടോ. ഇനി ഇവിടെ നമ്മൾ കുറച്ച് കാര്യം പഠിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഭാവിയിൽ ഒരു കാര്യം നടക്കും എന്ന് പറയാനാണ് വിൽ ഉപയോഗിക്കുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ പറയുന്നത് അവൻ നാളെ വരും, ഭാവിയിലെ കാര്യമാണ്. അതുകൊണ്ട് ഹീ വിൽ കം. സമയം എപ്പോഴും നമ്മൾ അവസാനമാണ് ചേർക്കുന്നത് നല്ലേ. സോ ഹീ വിൽ കം ടുമോറോ. അവൻ നാളെ വരും. ഓക്കെ. അവൻ നാളെ വന്നേക്കാം. ഒരു ചാൻസ് ആണ് പറയുന്നത്, ഒരു പോസിബിലിറ്റി ആണ്, ഒരു സാധ്യതയാണ് പറയുന്നത്. സാധ്യത പറയാനായിട്ട് നമ്മൾ മേ ഉപയോഗിക്കും. സോ അവൻ നാളെ വന്നേക്കാം. എങ്ങനെ പറയാ? ഹി വില്ലല്ല, വില്ലെന്ന് വെച്ചാൽ വരും എന്നാണ്. ഹി മേ, അവൻ വന്നേക്കാം. ഹി മേ കം, അവൻ വന്നേക്കാം. നാളെ എന്ന് പറയാൻ നമ്മൾ ടുമോറോ. ഹി മേ കം ടുമോറോ. അവൻ നാളെ വന്നേക്കാം. എളുപ്പമല്ലേ? നെക്സ്റ്റ് എന്തായിരിക്കും? അവൾ നാളെ പാടും. ഷീ വിൽ സിങ്. അവൾ പാടും. അവൾ പാടാറുണ്ട് എന്നുള്ള അർത്ഥത്തിലല്ല, അവൾ ഭാവിയിൽ പാടും എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഷീ വിൽ സിങ്. ആ ഭാവി ഏതാ? നാളെ, ടുമോറോ. അവൾ നാളെ പാടിയേക്കാം. എങ്ങനെ പറയും? മേ അല്ലേ? ഷീ മേ സിങ്. അവൾ പാടിയേക്കാം. നാളെ, ടുമോറോ അല്ലേ? ഇപ്പം നിങ്ങൾക്ക് മേ എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് അറിയാം. ഇനി മൈറ്റ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നോക്കിയാലോ. മേ എന്ന് പറഞ്ഞാൽ ഒരു സാധ്യത പറയാൻ വേണ്ടിയിട്ട്, ഒരു പോസിബിലിറ്റി ഉണ്ട്, അവൾ നാളെ പാടിയേക്കാം എന്ന് നമ്മൾ പറയുന്ന സ്ഥലത്ത് നമ്മൾ മേ ഉപയോഗിക്കും. എന്നാൽ സാധ്യത കുറവുള്ള കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൈറ്റ് ഉപയോഗിക്കുന്നത്. അവൾ ചിലപ്പോൾ നാളെ പാടിയേക്കാം. കൂടുതൽ ചാൻസും പാടാതിരിക്കാനാണ്, പക്ഷെ ചിലപ്പോൾ നാളെ പാടിയേക്കാം എന്ന് പറയേണ്ട സിറ്റുവേഷൻസ് വരാറില്ലേ? ഇതുപോലെ സാധ്യത കുറച്ച് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മേയ്ക്ക് പകരം മൈറ്റ് ഉപയോഗിക്കുന്നത്. ഇവിടെ നോക്കൂ, അവൾ ചിലപ്പോൾ നാളെ വരും. സാധ്യത കുറച്ചാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ഷീ മൈറ്റ് കം ടുമോറോ. അവൾ ചിലപ്പോൾ നാളെ പാടിയേക്കാം. ഷീ മൈറ്റ് സിങ് ടുമോറോ. അപ്പോൾ ശ്രദ്ധിക്കുക, മാറിപ്പോവരുത്. അവൾ ചിലപ്പോൾ പാടിയേക്കാം, വളരെ സാധ്യത കുറച്ച് പറയുമ്പോഴാണ് നമ്മൾ മൈറ്റ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കൊന്നുകൂടെ നോക്കാം. അവൻ നാളെ വരും. ഹീ വിൽ കം ടുമോറോ. അവൻ നാളെ വന്നേക്കാം. ഹീ മേ കം ടുമോറോ. അവൾ നാളെ പാടും. ഷീ വിൽ സിങ് ടുമോറോ. അവൾ നാളെ പാടിയേക്കാം. ഷീ മേ സിങ് ടുമോറോ. ഇനി നമ്മൾ മേ മൈറ്റിൻ്റെ ഡിഫറൻസ് ആണ് നോക്കുന്നത്. മേ എന്ന് വെച്ചാൽ സാധ്യതയുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണെങ്കിലും മൈറ്റ് എന്ന് വെച്ചാൽ സാധ്യത കുറവുള്ള കാര്യം പറയാനാ. അവൾ പാടിയേക്കാം എന്ന് പറയാൻ ഷീ മേ സിങ്. പക്ഷെ അവൾ ചിലപ്പോൾ പാടിയേക്കാം. എങ്ങനെ പറയാം? അവൾ ചിലപ്പോൾ നാളെ വരും. ഷീ മൈറ്റ് കം ടുമോറോ. സാധ്യത കുറവായതുകൊണ്ടാണ് നമ്മൾ മൈറ്റ് ഉപയോഗിച്ചത് കേട്ടോ. അവൾ ചിലപ്പോൾ നാളെ പാടിയേക്കാം. ഷീ മൈറ്റ് സിങ് ടുമോറോ. ഞാൻ ചിലപ്പോൾ നാളെ പാർട്ടി അറ്റൻഡ് ചെയ്തേക്കാം. എങ്ങനെയാ പറയാന്നുള്ളത് നിങ്ങൾ താഴെ കോമെൻറ്റ് സെക്ഷനിൽ അറിയിക്കണേ. അവൾ ഹാപ്പിയാണ്. എങ്ങനെ പറയും? അവൾ, ഷീ. അവളാണ് എന്ന് പറയാനായിട്ട് നമ്മൾ ഷീൻ്റെ കൂടെ എസ് ആണ് ഉപയോഗിക്കുക. കാരണം ഷീ എന്നുള്ളത് ഏകവചനമാണ്. ബഹുവചനമാണെങ്കിൽ നമ്മൾ ആർ ഉപയോഗിക്കും. ഷീ ഈസ് ഹാപ്പി. അവൾ ഹാപ്പിയാണ്. ഓക്കെ. ഭക്ഷണം തയ്യാറാണ്. എങ്ങനെ പറയാം? ഭക്ഷണം എന്നുള്ളതിന് നമ്മൾ ഫുഡ് എന്നല്ലേ പറയാം. അപ്പോൾ ഫുഡ് ഈസ് റെഡി. ഭക്ഷണം തയ്യാറാണ്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നോക്കാം. എനിക്ക് വിശക്കുന്നു. ഐ, എനിക്ക് എന്നാണ്. അപ്പോൾ ഐ ആം ഹംഗ്രി. പക്ഷെ നോക്കൂ, ഐ ആം എന്നുള്ളത് ഐ ആം എന്നുള്ളതിൻ്റെ ഷോർട്ടായിട്ട് നമുക്കിങ്ങനെ എഴുതാം കേട്ടോ.
ഐ എം ഹംഗ്രി, എനിക്ക് വിശക്കുന്നു. നെക്സ്റ്റ് വൺ ഇതാ, അവന് സുഖമില്ല. ഹീ ഇസ്. സുഖമില്ല എന്ന് പറയാൻ നോട്ട് വെൽ. ഹീ ഈസ് നോട്ട് വെൽ. ഇനി അസുഖമാണെന്ന് പറയാൻ നമുക്ക് സിക്ക് എന്നും പറയാം. ഇവിടെ നമ്മൾ സുഖമില്ല എന്ന് പറയാനായിട്ട് നോട്ട് വെൽ യൂസ് ചെയ്തു. ഹീ ഈസ് നോട്ട് വെൽ. ക്ലിയർ അല്ലേ? ഇനി നെക്സ്റ്റ് നോക്കാം. അവൾ ആശുപത്രിയിലാണ്. ഷീ ഈസ് ഇൻ ദ ഹോസ്പിറ്റൽ. ഷീ ഈസ് ഇൻ ദ ഹോസ്പിറ്റൽ. അവൾ ആശുപത്രിയിലാണ്. നോക്കാം, അവൾ ഹാപ്പിയാണ്. ഷീ ഈസ് ഹാപ്പി. ഭക്ഷണം തയ്യാറാണ്. ഫുഡ് ഈസ് റെഡി. എനിക്ക് വിശക്കുന്നു. ഐ എം ഹംഗ്രി. ഐ എം എന്നുള്ളത് ഇതിൻ്റെ ഷോർട്ട് ഫോം ആയിട്ട് എഴുതുന്നതാണ്. ഓക്കെ. അവന് സുഖമില്ല. ഹീ ഈസ് നോട്ട് വെൽ. അവൾ ആശുപത്രിയിലാണ്. അവൾ ആശുപത്രിയിലാണ്. ഷീ ഈസ് ഇൻ ദ ഹോസ്പിറ്റൽ. അപ്പോൾ ഷീ ഈസ് അവളാണ് ഇൻ ദ ഹോസ്പിറ്റൽ, ആശുപത്രിയിൽ. ഇനി അവൻ ഉറങ്ങുകയാണ്. ഇതെങ്ങനെ നമ്മൾ പറയാന്നുള്ളത് നിങ്ങൾ താഴെ കോമെൻറ്റ് ചെയ്യാം കേട്ടോ. മഴ പെയ്തേക്കാം. ഇറ്റ് മേ എന്നാണ്. കാരണം റെയിൻ നമ്മൾ ഉപയോഗിക്കില്ല. ഇവിടെ മഴ എന്നുള്ളതിനും റെയിനാണ് പറയുക, പെയ്യുക എന്നുള്ളതിനും റെയിനാണ് പറയുക. അപ്പോൾ നമ്മൾ ഇറ്റ് എന്നുള്ള സബ്ജക്റ്റ് ഉപയോഗിക്കുകയാണ് ചെയ്യുക കേട്ടോ. ഇറ്റ് മേ റെയിൻ. മഴ പെയ്തേക്കാം. അവൾ പരീക്ഷയിൽ ജയിച്ചേക്കാം. എങ്ങനെ പറയും? ഷീ വില്ലാണോ നോക്കാം. ഷീ വിൽ പാസ്. ഷീ വിൽ പാസ്. നോക്കാം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, പരീക്ഷ ആകുമ്പോൾ നമ്മൾ പാസ്സാണ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ നമുക്ക് വിൻ എന്ന് ഉപയോഗിക്കാം മത്സരമൊക്കെ ആകുമ്പോൾ. ഷീ വിൽ പാസ് ദ എക്സാം. അവൾ പരീക്ഷ ജയിച്ചേക്കാം. ഇങ്ങനെയാണോ? അല്ല, ഇവിടെ നമ്മൾ ജയിച്ചേക്കാം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ വില്ലല്ല ഉപയോഗിക്കണ്ടേ, പകരം എന്താ ഉപയോഗിക്കണ്ടേ? മേ ആണ് ഉപയോഗിക്കണ്ടേ. ഷീ മേ പാസ് ദ എക്സാം. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് നോക്കാം. അവൾ സത്യം വെളിപ്പെടുത്തിയേക്കാം. അപ്പോൾ ഷീ വെളിപ്പെടുത്തിയേക്കാം എന്നാണ് മേ യൂസ് ചെയ്യണം. ഷീ മേ. വെളിപ്പെടുത്തുക എന്താ നമ്മൾ പറയുക? ദ സ്പെല്ലിംഗ് നോക്കൂ. റിവീൽ. പുതിയ വാക്ക് പഠിച്ചോ? ഷീ മേ റിവീൽ. അവൾ വെളിപ്പെടുത്തിയേക്കാം. ദ ട്രൂത്ത്. സത്യം. ഷീ മേ റിവീൽ ദ ട്രൂത്ത്. അവൾ സത്യം വെളിപ്പെടുത്തിയേക്കാം. അവർ അവനെ വഴക്ക് പറഞ്ഞേക്കാം. എങ്ങനെയാ പറയാ? നോക്കാം. ദേ മേ. അവർ ചെയ്തേക്കാം എന്നാണ്. ദേ മേ. വഴക്ക് പറയുന്നതിന് എന്താ പറയുക? സ്കോൾഡ്. സ്കോൾഡ്. ടീച്ചർമാർ കുട്ടികളെ വഴക്ക് പറഞ്ഞു, മുതിർന്നവർ കുട്ടികളെ വഴക്ക് പറഞ്ഞു, ഇങ്ങനെ കേൾക്കാറില്ലേ? സ്കോൾഡ് എന്നാണ്. വഴക്ക് പറയുക സ്കോൾഡ്. വഴക്ക് പറഞ്ഞു സ്കോൾഡഡ്. ഓക്കെ. അവർ അവനെ വഴക്ക് പറഞ്ഞേക്കാം. ദേ മേ സ്കോൾഡ് ഹിം. ദേ മേ സ്കോൾഡ് ഹിം. ക്ലിയർ ആണോ? പഠിച്ച പോർഷൻസ് എല്ലാം നിങ്ങൾക്ക് ക്ലിയറായി മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ കോമെൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്ന ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമെൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. താങ്ക് യു സോ മച്ച് എവരി വൺ ഫോർ വാച്ചിങ് മൈ ക്ലാസ്.